കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ദേവസ്വം ബോർഡ് കോളേജിലേക്കുള്ള സ്ഥലം മാറ്റത്തിനും അംഗീകാരം നൽകി. ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, അങ്ങനെ തർക്കങ്ങൾ അവസാനിക്കുകയാണ്. കോടതിയിൽ വ്യവഹാരങ്ങൾ തുടരുകയായിരുന്നു. നേരിട്ട് VC ഹാജരാകുന്നതിൽ നിന്നൊക്കെ ഇളവ് കഴിഞ്ഞ ദിവസം നൽകിയതുമാണ്. വിവാദത്തിന് പിന്നാലെയാണ് കേരള സർവകലാശാലയിൽ നാടകീയമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാർ ആയിരുന്ന കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അത് കോടതിയിലടക്കം കയറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചാൻസലർ അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക്, ഇങ്ങനെയൊരു വഴങ്ങലിലേക്ക് ഇപ്പോൾ കേരള VC എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ദേവസ്വം ബോർഡ് കോളേജിലേക്കുള്ള സ്ഥലം മാറ്റം അതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. അതിനെയും ചോദ്യം ചെയ്ത് രജിസ്ട്രാർ രംഗത്തെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് കോളേജിലേക്കുള്ള സ്ഥലം മാറ്റത്തിനും ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. സർവകലാശാല സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഗവർണർ ഉത്തരവ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടത് മുൻകൂർ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കും അതേപോലെ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന നടപടികളിലേക്കും സർവകലാശാല കടന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.